ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും മീരേനെയാണ്. അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി മീരയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഈ 50 ലക്ഷം രൂപ നമ്മുടെ ശ്രുതിക്കും കിട്ടിയെന്നും അത് വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നും തന്റെ അച്ഛൻ അയച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞെന്ന്. ഇത് കേട്ടത് മീരയ്ക്ക് വല്ലാത്ത അത്ഭുതമായി പോയിട്ടോ. എങ്കിലും എൻ്റെ പൊന്നു ശ്രുതി, നിന്നെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പണ്ടത്തെ PA വരുന്നത്. ഏതായാലും പുള്ളിക്കാരൻ നമ്മുടെ ശ്രുതിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. അപ്പം പുള്ളിക്കാരൻ വന്നു ബൈക്കിങ്ങനെ നിർത്തിയതും ശ്രുതിയും മീരയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളിക്കാരൻ ചോദിച്ചു, ഇത് എന്ത് പറ്റി രണ്ടുപേരും ഒരു മൈൻഡ് ഇല്ലാതെ നിൽക്കുന്നത്? എന്നെ കണ്ടിട്ട് എന്ത് പറ്റി ഒരു മൈൻഡ് ഇല്ലാത്തത്? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മീര പറഞ്ഞു, തെരുവ് പട്ടികളെ കണ്ടാൽ ഇനിയിപ്പം മൈൻഡ് ചെയ്യില്ലെന്നാ ഞങ്ങള് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓർത്തിരിക്കുക ഞങ്ങള്. ഓഹോ, അതെന്താ? തെരുവോട്ടികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി സൽക്കരിക്കുമായിരുന്നോ? സൽക്കരിക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കുറച്ച് പട്ടി ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പം അതും കൂടി ചെയ്യുന്നില്ല. തെരുവോട്ടികൾ എന്നും തെരുവോട്ടികളാണല്ലോ. അത് വാലാട്ടി വരുമ്പോഴത്തേക്കും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ പോവുക. ഓ, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെ മോളെ മീരേ, പായാടി, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അതുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുക. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നിൽക്കുന്ന എൻ്റെ എൻ്റെ ശ്രുതിയോടാണ്. ശ്രുതിയല്ലല്ലോ, മോളെ കല്യാണി. ഈ കല്യാണിയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുക, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്തിനാ എപ്പോഴും എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? അയ്യേ, നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യല് അന്നേ ഞാൻ നിർത്തിയതല്ലേ. എനിക്കിപ്പം നിന്നെ ആവശ്യമേ ഇല്ല. പക്ഷേ നിന്റെ പൈസ എനിക്ക് ആവശ്യമുണ്ട്. എന്താണെന്നറിയാലോ, എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. അറിയാലോ, എൻ്റെ ജോലി നീ കളഞ്ഞു. എൻ്റെ ഭാര്യ നീ കാരണം എന്നെ ഇട്ടിട്ട് ഓടി. എനിക്കൊരു കൊച്ചുണ്ടായിരുന്നു, ആ കൊച്ചും എന്നെ കാണാൻ വരുന്നില്ല. അപ്പൊ പിന്നെ ഞാനൊരു പുതിയ വിവാഹം കഴിക്കാൻ പോവാന്ന് നിന്നോട് പറഞ്ഞായിരുന്നല്ലോ. ആ വിവാഹം ഈ മാസം തന്നെ ഉണ്ടാകും. അപ്പൊ പിന്നെ എനിക്ക് പൈസ വേണം. അപ്പൊ ഞാൻ ആരോടാ പൈസ ചോദിക്കേണ്ടത്? ഹാ, എൻ്റെ ക്യാഷറായ ദേ കല്യാണി, നിന്നോടല്ലേ ഞാൻ പൈസ ചോദിക്കേണ്ടത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനെന്താ പൈസ കഴിക്കുന്ന മരമാണെന്നോ? നിങ്ങൾ വരുമ്പം ഞാനത് കുലുക്കിയിട്ട് നിങ്ങൾക്ക് പൈസ തരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഓ, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ പൊന്നു കല്യാണി, ഇങ്ങനെ പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞ് സമയം കളയാതെ ഒരു 1 ലക്ഷം രൂപ പെട്ടെന്ന് ഇങ്ങെടുത്തേ. 1 ലക്ഷം രൂപയോ? 1 ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിലില്ല. 1 ലക്ഷം രൂപ പോയിട്ട് 1 രൂപ പോലും ഞാൻ നിങ്ങൾക്ക് ഇനി തരില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ആണോ? എങ്കിൽ പല തീരുമാനങ്ങൾ ഞാനും എടുക്കും. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ കേട്ടാൽ എൻ്റെ പൊന്നു കല്യാണി മോളെ, നീ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ല, നിനക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നീ സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നു. ആ സമാധാനമായിട്ട് ജീവിക്കുന്ന നിന്റെ സമാധാനം കളയണോ ഞാൻ? അല്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവാണ്. ഏത് വീട്ടിലേക്കാ? അങ്ങ് നാട്ടിലേക്കല്ല, ഇവിടുത്തെ ചന്ദ്രോദയത്തിലേക്ക്. അവിടെ ചെന്നിട്ട് നിന്റെ അമ്മായിയമ്മേനെയും നിന്റെ അമ്മായി അച്ഛനെയും നിന്റെ ഭർത്താവിനെയും ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കാണണം. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കണം. അത് കഴിയുമ്പോ മോളെ കല്യാണി, നീ അങ്ങ് വരുമ്പോഴേ ചിലപ്പോ നിനക്കവിടെ സ്ഥാനം ഉണ്ടാവില്ല. ആട്ടിപ്പായിക്കും നിന്നെ. അല്ല, അത് ചെയ്യണോ അതോ എനിക്ക് 1 ലക്ഷം രൂപ നീ തരുന്നോ? ഓഹ്, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ദയവേത് ഞാനൊരു ബ്യൂട്ടി പാർലറിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫാണ്. എനിക്ക് കിട്ടാവുന്ന തുച്ഛമായ ശമ്പളം എന്താണെന്ന് ഇനി നിങ്ങളോട് ഞാൻ പറയണോ? പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ മടുത്തു. കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞാൻ മടുത്തു. ഓഹോ, കള്ളത്തരങ്ങൾ പറഞ്ഞ് മടുത്തോ? ഇതെല്ലാം നീയായിട്ട് വരുത്തി വെച്ചതല്ലേ എൻ്റെ പൊന്നു കല്യാണി മോളെ. എനിക്കിനിയിപ്പോൾ കള്ളത്തരം പറഞ്ഞാൽ എന്താ, കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ എന്താ? എനിക്ക് കിട്ടാനുള്ള 1 ലക്ഷം എനിക്ക് കിട്ടിയിരിക്കണം. ലാസ്റ്റ് ഏതായാലും നമ്മുടെ ശ്രുതിക്ക് മുട്ടുമടക്കേണ്ടി വരികയാണ്. അങ്ങനെ ശ്രുതി പറയാണ്, നിങ്ങൾ ഇപ്പോൾ ഒന്ന് പോകുമോ? ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ സംഘടിപ്പിച്ച് തരാം. ഏതായാലും ഇന്നും കൂടെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇന്നും കൂടെ ഞാൻ ക്ഷമിക്കത്തുള്ളേ. നാളെ ആകുമ്പോഴത്തേക്കും ചന്ദ്രോദയത്തേക്ക് ഞാൻ എത്തുവേ. അയ്യോ, നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിപ്പോൾ ഒന്ന് പോ, ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ നവീനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീര ചോദിച്ചു, നിന്റെ ഉദ്ദേശം എന്താടി? എപ്പോഴും ഇങ്ങനെ പൈസ കൊടുത്തോണ്ടിരിക്കാനാണോ? പിന്നല്ലാതെ ഞാൻ എന്താടി ചെയ്യേണ്ടത്? ഏതായാലും ഇനിയിപ്പം 1 ലക്ഷം രൂപയെങ്കിൽ 1 ലക്ഷം രൂപ.
അയാൾ വിവാഹം കഴിക്കാൻ പോവല്ലേ, അതും കൂടെ കൊടുത്തങ്ങ് അയാൾ ഒഴിവാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഈ 1 ലക്ഷം രൂപ നീ എവിടെ നിന്നുണ്ടാക്കും? അത് അത് പിന്നെ അതിനൊക്കെയുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും ഞാൻ വീട് വരെ പോവുകയാണെ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്നു. അതിൽ കയറി നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിനകത്തിരുന്ന് ശ്രുതി ഫോണിനകത്ത് എന്തൊക്കെയോ കുത്തുകയോ കുറിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇപ്പം കാല് നീട്ടി ഇരുന്നാൽ മതിയല്ലോ, കയ്യിൽ പൈസ ഒത്തിരി ഉണ്ടല്ലോ, 50 ലക്ഷം രൂപ കിടക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് വേറെ പണിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകണ്ടല്ലോ. അപ്പൊ അതായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കണം. അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട്, അതെ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുവാ ശ്രുതി? അത് പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. അതെ, ഒരു മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പഠിച്ചു, നമുക്ക് പൈസ അവിടെ കൊണ്ടിട്ടാലോ? അല്ല, ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ ശ്രുതിക്ക്? ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തര് എല്ലാം പഠിക്കുന്നത്. ഇങ്ങനെയൊക്കെയാ ഓരോരുത്തർ പാപ്പരാകുന്നത്. എന്റെ പൊന്നു ശ്രുതി, നമുക്കറിയാവുന്ന കാര്യം വെച്ച് വേണം പണം ഉണ്ടാക്കാൻ, അല്ലാതെ അറിയാത്ത കാര്യം തേടിപ്പോയി ഉള്ളത് കൂടി കളയരുത്. അങ്ങനെ നോക്കിയാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല. ഒരു സിമ്പിൾ പരിപാടിയുണ്ട്, ഞാൻ പറയട്ടെ. നമുക്ക് പണം പലിശയ്ക്ക് കൊടുക്കാം. അതാകുമ്പം ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഒരിടത്ത് ചുമ്മാ ഇരുന്നാൽ മതി. മാസാമാസം പലിശ ഇങ്ങനെ വന്നോണ്ടിരിക്കും. പലിശയ്ക്ക് കടം മേടിച്ചവർ തിരിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്തും ചെയ്യും. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട ശ്രുതി. അതുകൊണ്ടേ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഇത്രയും പണം കൈ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. മനസ്സിനൊരു അസ്വസ്ഥത. ഓ, ഈ അസ്വസ്ഥതയൊക്കെ നമുക്ക് പതുക്കെ മാറ്റാം. അതെ, സുധി ഇപ്പം 50 ലക്ഷം രൂപ കയ്യിലുള്ളതിന്റെ ആ ഒരു തരിതരിപ്പല്ലേ കൈക്ക്, അത് മാറിയാ പോരെ? അത് മാറിയാ മതി. അല്ല, നീ എന്താ ഇങ്ങനെ ആലോചിച്ചത്? ഞാന് സുധി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പലിശയ്ക്ക് കൊടുക്കുന്നത് ഒരു നല്ല പരിപാടി തന്നെയാണ്. പക്ഷേ നല്ല കസ്റ്റമറിനെ കിട്ടണം. കസ്റ്റമർ നല്ലതായിരിക്കണം. പിന്നെ ഈ ബിസിനസ്സിൽ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടേ ആദ്യത്തെ കച്ചവടം ഞാൻ തന്നെ തരാം, പോരെ? ഏ നീയോ? ശ്രുതി, നീ എന്താ പറയുന്നത്? അതെ, നീ എനിക്ക് ഒരു ലക്ഷം രൂപ താ. എന്തിനാ ഈ 1 ലക്ഷം രൂപ? അത് അത് എന്തിനാണെന്ന് ചോദിച്ചാല്, അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. എന്റെ പണമെന്ന് പറയുമ്പോൾ നിന്റെയും കൂടി ആണല്ലോ. അല്ല, എന്തിനാ നിനക്കിപ്പോ ഇത്രയും കാശ് എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. അത് അത് പിന്നെ വണ്ടിയുടെ EMI, ചില്ലറ കടങ്ങള്, ഒരു പേഴ്സണൽ ലോണ്, ഇതൊക്കെ എനിക്കുള്ള കാര്യം അറിയാലോ. അപ്പം ഞാൻ എന്തിനാ വെറുതെ ബാങ്കുകാർക്ക് കൊണ്ടുപോയി പലിശ കൊടുക്കുന്നത്? 2% പലിശ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്താൽ പോരെ? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടില്ലേ? ഓഹോ, അത് ശരിയാണല്ലോ. അല്ല, അതെങ്ങനെ ശരിയാകും? അത് ശരിയാകുമോ? അത് ശരിയാകും, ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തു. ശ്രുതി പൊട്ടനെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്ത് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് 2000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ചോദിച്ചു, അതെ, അക്കൗണ്ടിലേക്ക് നോക്കിയാൽ 2000 രൂപ കിട്ടിയില്ലെന്ന്. കിട്ടി, 2000 രൂപ കിട്ടി, 2000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, പലിശ ഞാൻ അഡ്വാൻസ് ആയിട്ട് അയച്ചു തന്നു. ഇനി മുതല് ശ്രുതി എനിക്ക് അയക്കണം. അല്ല, ഈ മുതലെന്ന് പറയുമ്പോൾ ഞാനിപ്പോ അയച്ചു തന്ന 2000 രൂപ പലിശയല്ലേ, അതിന്റെ മുതല്, അതായത് 1 ലക്ഷം രൂപ, അത് ശ്രുതി എനിക്ക് തരണം. 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരണോ? അപ്പം അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാകും. അതെ, മുതൽ എനിക്ക് തരണം, പലിശ ഞാൻ തരൂലോ. 2000 മാസം മാസം വെറുതെ കിട്ടില്ലേ? ഓ, മനസ്സിലായി. അതെ, ഞാനിപ്പോ അയച്ചു തരാമേ എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. ഏതായാലും ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കേ, കിട്ടിയില്ലോ അല്ലേ? കിട്ടി. ഒറ്റയടിക്ക് 2000 രൂപ ശ്രുതിക്ക് ലാഭം. അയ്യോ, ശ്രുതി കൊള്ളാലോ. ശരിയാ, കൊള്ളാം അല്ലേ? ഇതുപോലെ അഡ്വാൻസ് പൈസ കിട്ടുന്ന കുറച്ച് ആൾക്കാരെ കൂടി തപ്പണം. എന്തിന്? അതൊന്നും വേണ്ട, അതിന്റെ കാര്യമില്ല. അപ്പം എൻ്റെ ഈ ബിസിനസ് ഒക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഇപ്പൊ പുറത്തുള്ള കസ്റ്റമേഴ്സിനെ പിടിക്കേണ്ട, തൽക്കാലം ക്യാഷ് വെച്ച് വെറുതെ ഇരിക്കുക എന്നുള്ള വിഷമം മാറിയില്ലേ? ഐശ്വര്യമായിട്ട് ആദ്യത്തെ കച്ചവടവും നടത്തിയില്ലേ? ഇനി ഹാപ്പി ആയിട്ടിരിക്കെ. ശ്രുതിയുടെ ഹാപ്പിയാ എനിക്ക് ഏറ്റവും വലുത്. ശ്രുതി, നീ ഒരു സംഭവം തന്നെയാട്ടോ, നീ വന്നേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാ, ബിസിനസ് ചെയ്യാത്ത പ്രശ്നവും മാറി കിട്ടി, 2000 രൂപയും കിട്ടി. ഈ പരിപാടി കൊള്ളാം ശ്രുതി, നീ സൂപ്പറാടി, എന്റെ ചക്കര അല്ലേടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. പാവം പോട്ടനല്ലാതെ പിന്നെ എന്താ പറയാ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെയും വേറൊരു കൂട്ടുകാരനും ഉണ്ട്. അങ്ങനെ മഹേഷ് പറയാ, അല്ല,
ക്യാഷ് കിട്ടിയല്ലോ. നിന്റെ ഏട്ടൻ എന്ത് ബിസിനസ്സാ തുടങ്ങുന്നത്? ഓ, എനിക്കറിയില്ലടാ. പക്ഷേ ജയിലിൽ കിടക്കുന്ന അമ്മായിയച്ഛൻ എങ്ങനെ ക്യാഷ് അയച്ചു കാണും? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെയോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പാർലർ ഏട്ടത്തി പറഞ്ഞൊന്നും ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അല്ല, രേവതി പറഞ്ഞതുപോലെ ഇത് അവരുടെ വിഷയമല്ലേ, നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതിനകത്ത് ചുമ്മാ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ശരിയാണ്. എങ്കിലും എങ്കിലും ഉണ്ടല്ലോ, എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. ഈ കള്ളത്തരം കണ്ടു കഴിഞ്ഞാലേ അത് കണ്ടുപിടിക്കാതെ ഒരു സമാധാനമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷിന്റെ, അല്ല സോറി, സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ, നീ ഒരു കാര്യം ചെയ്യ, രേവതി പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. വെറുതെ എന്തിനാ പാണ്ടിലോറ് വിളിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ആ പാണ്ടിലോറ് കയറി തന്നെ നീ ചാകേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു കൈനോട്ടക്കാരൻ വന്നിട്ട് നമ്മുടെ സച്ചിനെ ഇങ്ങനെ കണ്ടിട്ട്, അതെ ഇങ്ങോട്ട് നോക്കിക്കേന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പെട്ടെന്ന് സച്ചി നോക്കി. എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പം മുഖലക്ഷണം ഞാൻ പറയാം. ദേ, ഇതെന്താ നിങ്ങളെ കണ്ടിട്ട് ഒരു മഹാരാജാവിന്റെ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ മഹാരാജാവോ? അയ്യോ, ഞാൻ മഹാരാജാവൊന്നുമല്ല. എനിക്ക് മഹാരാജാവ് ആകുകയും വേണ്ട. നിങ്ങൾ ചിരിപ്പിക്കാതെ പോകാൻ നോക്ക്. അതെ, ഞാൻ കൈ നോക്കി നിങ്ങളുടെ ഭാവി പറയാം. അയ്യോ, എനിക്ക് ഭാവി കേൾക്കണ്ടേ? കൈ നോക്കി ഭാവി പറഞ്ഞാലേ ജീവിക്കാനേ ഒരു ത്രില്ലുണ്ടാകത്തില്ല. നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ക്ലൈമാക്സ് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ത്രില്ലുണ്ടാവുമോ? അതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിത അവസാനത്തെക്കുറിച്ച് കേട്ടാലേ ഒരു ത്രില്ലില്ല. എനിക്കിതിനെക്കുറിച്ചുള്ള വിശ്വാസമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സച്ചി ആ കൈ കാണിച്ചു കൊടുക്ക്. സച്ചി കൈ കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. സ്വാമിജി ഏതായാലും ഒന്ന് കൈ നോക്കി പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം കൈ നീട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ആ പുള്ളിക്കാരൻ കയ്യിൽ നോക്കുകയാണ്. കയ്യിൽ മറിച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അന്തം വിട്ടിരിക്കുന്ന കണ്ടപ്പോഴേ നമ്മുടെ സച്ചി ചോദിച്ചു, എന്താ പറ്റിയത്? എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? എന്താ എന്റെ കയ്യിൽ രേഖകളൊന്നുമില്ലേ? കാണത്തില്ല. ദേ, എല്ലാ രേഖകളും ഉണ്ട്. ധനരേഖ, ആയുസ് രേഖ എല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട്. നിങ്ങൾക്ക് ദീർഘായുസുണ്ട്. നിങ്ങൾ താലി കെട്ടിയ പെണ്ണുണ്ടല്ലോ, അവള് കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. സൗഭാഗ്യം നിറഞ്ഞതായിരിക്കും കേട്ടോ നിങ്ങളുടെ ജീവിതം. ഒരു ദേവതയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. സച്ചി കേട്ടോ ദേവതയെ കുറിച്ച് പറഞ്ഞത്? ഇതെങ്ങാണം അവള് കേട്ടിരുന്നെങ്കിലേ നിലത്ത് നിൽക്കില്ലായിരുന്നു. നിന്റെ ഭാര്യ ഇത് കേൾക്കണമായിരുന്നു. അത് ശരിയാടാ മഹേഷ്. എന്നിട്ട് പറഞ്ഞു, ആ സ്വാമിജി പറഞ്ഞു, നീ ആഗ്രഹിച്ചതെല്ലാം നിന്റെ കൈ കുമ്പിളിൽ വരും. പക്ഷെ നിന്റെ ശത്രു നിന്റെ വായാണ്. നിന്റെ വാ വലിയ ശത്രുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് ചിരിച്ചിട്ട് പറയാ, ശരിയാണ് സ്വാമിജി പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പം സച്ചി പറഞ്ഞു, എടാ മിണ്ടായിരിക്കടാന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി പറഞ്ഞു, മുന്നും പിന്നും നോക്കാതെ സംസാരിക്കരുത്, സംസാരം നിയന്ത്രിക്കണം. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ നിനക്ക് അത്ര നല്ലതൊന്നും അല്ല, അതുകൊണ്ടാ പറഞ്ഞത്. ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരും. നാട് മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, നിനക്ക് അപകീർത്തി ഉണ്ടാകും. ശത്രുക്കൾ നിന്റെ പുറകെ തന്നെയുണ്ട്. നീ ജാഗ്രത പുലർത്തണം. ഇത് കേട്ടത് സച്ചി വെറുതെ പുച്ഛത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. പുച്ഛത്തോടു കൂടി മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സ്വാമിജി പറഞ്ഞു, പുച്ഛിക്കൊന്നും വേണ്ട കേട്ടോ, ആലോചിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിലേ നീ വിഷമിക്കേണ്ടി വരും. ഇപ്പൊ കാണുന്ന പുച്ഛമൊന്നും അല്ലായിരിക്കും മുഖത്ത്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, എന്റെ സ്വാമിജി ഇതാണോ ഭാവി പ്രവചിക്കുന്നത്? എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കത്തില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വരും. ഇത് പറയാൻ എന്റെ കൈ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാ ഈ ക്യാഷ് വെച്ചോ എന്ന് പറഞ്ഞ് ഒരു 100 രൂപ കണ്ട് എടുത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോയി വേറൊരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാജാവിന്റെ ലുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായല്ലോ. അയാൾ അടുത്തയാളെ ചെന്ന് പിടിച്ചിട്ട് രാജാവിന്റെ ലുക്ക് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് ബിസിനസ് ആണടാ, ഇയാളുടെ ഒരു ബിസിനസ്. പോടാ സച്ചി, അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. നീ ഒരു കാര്യം ചെയ്യേ, ആ സ്വാമിജി പറഞ്ഞതുപോലെ നീ വേറെ എവിടെയും പോകണ്ട, വീട്ടിൽ പോയി കിടക്ക്. വെറുതെ എന്തിനാ അപകീർത്തി ഉണ്ടാക്കി വെക്കുന്നത്? ഒരു പ്രശ്നമില്ലാതെ നീ പോ. ഉറങ്ങുമ്പോ ഫാൻ പൊട്ടി തല വീണാ എന്ത് ചെയ്യും? അവിടെ ചത്തുപോകൂലേ? ഓ, എന്റെ പൊന്നു പൊട്ട, അവരൊക്കെ വയറ്റിപ്പിഴപ്പിന് ഓരോന്ന് പറയുന്നതാ, മണ്ടന്മാര്. നിങ്ങളല്ലാതെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുവോ? അതെ, നീ മണ്ടനെന്നൊന്നും വിളിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ എടാ സച്ചി, വിശ്വാസം അതാണ് വേണ്ടത്. അപ്പോഴത്തേക്ക് സച്ചിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഇതെന്റെ ഫ്രണ്ട് അനൂപാണല്ലോ, അന്ന് 500 മാലയുടെ ഓർഡർ മേടിച്ചു തന്നില്ലേ? അവനാ. ഇനിയിപ്പോ ഓർഡർ തരാനായിരിക്കോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട്, എടാ അനൂപേ പറയടാ. അത് പിന്നെ സച്ചി, നീ എവിടെയുള്ളത്? ഞാന്
ടാക്സി സ്റ്റാൻഡിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റിലാ. എന്താടാ, നീ ഒന്ന് പാർട്ടി ഓഫീസ് വരെ വരുമോ? ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ആണോ? ഒരു സ്ഥലം വരെ പോകാനാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് മഹേഷിനോട് പറഞ്ഞു, എടാ ഓട്ടം കിട്ടാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ലൊരു ഓട്ടം വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നല്ല ദിവസം തന്നെയാ. ഒരു പ്രശ്നം ഇല്ല താനും. നിങ്ങള് ആ സാവിയെ കണ്ടാലൊന്ന് പറഞ്ഞേരെ, ഈ സച്ചിനെ ഒരു പ്രശ്നവും ബാധിക്കില്ലെന്ന്. ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടുന്ന് നേരെ വിട്ടടിച്ച് പോവാണ് അനൂപിനെ കാണാനായിട്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മീനാണ് കേട്ടോ. അപ്പം രേവതിയുടെ അമ്മ ലക്ഷ്മിയും അതുപോലെ ദേവും ഉണ്ട്. അപ്പം ദേവ് പറയാണ്, അമ്മയോട് വരണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല, അമ്മയ്ക്ക് നല്ല പനിയുണ്ടല്ലോ, എന്തിനാ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഇന്ന് കൊടുക്കേണ്ട കുറെ ഓർഡർ ഉണ്ട് മോളെ, അപ്പൊ പിന്നെ വരാതിരിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ. അത് പിന്നെ കടകളിലും വീടുകളിലൊക്കെ പൂ കൊണ്ട് കൊടുക്കുമ്പോൾ കുറെ നേരം ആവില്ലേ? പിന്നെ ഇതിനിടയിൽ നിനക്ക് പഠിക്കാൻ എവിടെയാ സമയമുള്ളത്? പറ. അതുകൊണ്ടല്ലേ ഈ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി വരികയാണ് കേട്ടോ. അപ്പൊ രേവതി സ്കൂട്ടിയൊക്കെ ആയിട്ട് വന്ന് ഓണൊക്കെ അടിച്ചു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവു ദേ ചേച്ചി വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി അകത്തേക്ക് കയറി വന്നിട്ട്, അതെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഓ, അപ്പൊ നീ അതറിഞ്ഞു വന്നതാണോ മോളെ? എന്തിനാ എന്റെ പൊന്നു ദേവു ഇവളോട് പറഞ്ഞത്? ഇവളോട് ഇതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ അമ്മയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അത് പിന്നെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ റെസ്റ്റ് എടുക്കുന്നില്ലെന്നേ. എന്താ അമ്മ ഇത്? ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്തിനാ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നോട് പറയായിരുന്നെങ്കിൽ ഞാൻ മാല കെട്ടി തരില്ലായിരുന്നോ? അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ മാല കെട്ടി തരാം. വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം. അമ്മ എണീറ്റ് അമ്മയോട് എണീക്കാനല്ലേ പറഞ്ഞത്? ചുമ്മാ പനിയും വെച്ചോണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ദേ ഞാൻ മാല കെട്ടിക്കോളാം. അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. ദേ കള്ളം പറയുന്നത് ചേച്ചി, കഞ്ഞി ഞാൻ കൊണ്ടുവന്നതാ, അമ്മ വേണ്ടെന്നാ പറയുന്നത്. ദേ അമ്മേ കഞ്ഞി എടുത്ത് കുടിച്ചേ. ദേ കഞ്ഞി കുടിച്ചേ പറ്റൂ. അത് പിന്നെ എനിക്ക് വിശപ്പില്ല മോളെ, അത് ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ദേ ഞാൻ നല്ലത് പറയൂ കേട്ടോ, നീ ആ സ്റ്റൂളിങ് എടുത്തേ, ഞാൻ കഞ്ഞി കോരിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കാണ് കേട്ടോ. ഇതെല്ലാം രേവതിയെ പോലെ ഒരു മോളെ കിട്ടിയ നമ്മുടെ ലക്ഷ്മി പുണ്യം ചെയ്യണം. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവു ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ലക്ഷ്മിക്ക് കഞ്ഞി വാരി കൊടുക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരത്ത് വരികയാണ്. അപ്പൊ ആന്റണിയാണ് ശരത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുന്നത് കേട്ടോ, കടയുടെ ഫ്രണ്ട് വശത്ത്. അപ്പൊ ഇത് രേവതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി ആണല്ലോ. അയ്യോ ദേഷ്യം വന്നു. ഏതായാലും ദേഷ്യം വന്നിട്ട് പിടിവിട്ടു നമ്മുടെ രേവതിയുടെ. അപ്പോഴത്തേക്കും തന്നെ ശരത്ത് പറഞ്ഞു, ദേ ചേച്ചി വന്നിട്ടുണ്ട്, ആന്റണി ചേട്ടൻ വിട്ടോ, നമുക്ക് പിന്നെ കാണാന്ന്. അപ്പൊ തന്നെ നമ്മുടെ രേവതി അവിടെ എണീറ്റിട്ട്, എടാ നിക്കടാ അവിടെ, നിന്നോട് ആരടാ പറഞ്ഞ വണ്ടി എടുത്തോണ്ട് പോകാന് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നാണമില്ലേടാ? എടാ നിന്നോട് ഞാൻ അന്ന് പറയേണ്ട രീതി പറഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്തിനാ വീണ്ടും ശരത്തിനെ വിടാതെ ചുറ്റിപ്പിടിക്കുന്നത്? ഇവനെ നിന്റെ കൂടെ കൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഒരു 100 പ്രാവശ്യം. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു, ചേച്ചി വെറുതെ എന്തിനാ ആന്റണി ചേട്ടനോട് ഒച്ച വെക്കുന്നത്? എടാ ശരത്തെ നീ വായടക്കടാ, നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാകാത്തത് ആന്റണി? എത്ര വട്ടം നിന്നോട് പറയണം? നിനക്കൊന്നും നാണവും ബുദ്ധിയും ഒന്നുമില്ലേടാ. ഈ കള്ളന്റെ കൂടെ എന്തിനാ മോനെ ശരത്തെ നീ നടക്കുന്നത്? ഈ വൃത്തികെട്ടവന്റെ കൂടെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നീ കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവന്റെ കൂടെയാണോ ചുറ്റുന്നതെന്ന് ചോദിച്ചു ശരത്ത്. അല്ല ശരത്തിനോട് ലക്ഷ്മി. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു, നീ ഇപ്പൊ കോളേജിൽ പോവാറേ ഇല്ലല്ലേ? മനസ്സിലാവുന്നുണ്ടടാന്ന്. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഇവൻ കാരണം സച്ചിക്ക് രേവതിക്കും പണ്ടത്തെ പ്രശ്നമൊക്കെ ഉണ്ടായത്. സച്ചി എല്ലാം മറന്ന് ഇപ്പോഴാ വീട്ടിൽ വരാൻ തുടങ്ങിയത്. നീ ഇവന്റെ കൂടെ കൂടി വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ മോനെ ഭാവെന്ന് ചോദിച്ചു കേട്ടോ. ലക്ഷ്മി ആട്ടോ ചോദിച്ചതേ. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എടാ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നീ ഇവന്റെ കൂടെ കൂട്ടുകൂടി കറങ്ങി നടന്നാലേ നീ ഒരിടത്തും എത്താൻ പോകുന്നില്ല, നീ വല്ല കുഴിയിലേക്കാ വീഴാൻ പോകുന്നത്, നീ ഓർത്തോ. അപ്പൊ നമ്മുടെ ആന്റണി പറഞ്ഞു, എന്തിനാ ചേച്ചി വെറുതെ വഴക്ക് പറയുന്ന ഇവനെ? ഞാൻ കാരണം ഇവന് ഒരു കുഴിയിലും വീഴില്ല, ഇവൻ എന്റെ ഫ്രണ്ടാ, ഞാൻ ഇവനെ കുഴി വീഴ്ത്തില്ല. അയ്യോ നിന്റെ ഫ്രണ്ട് ആകാനുള്ള പ്രായം ഉണ്ടോടാ ഇവന്? നീ എന്റെ അനിയന്റെ ഭാവി നശിപ്പിക്കുകയാണോ? എടാ മുതുക്ക, നിന്നെ പോലെ ഒരു ഫ്രണ്ടിന് എന്റെ അനിയന് കിട്ടേണ്ട കാര്യമില്ലടാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു, ആന്റണി ചേട്ടന് വെറുതെ വഴക്ക് പറയാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദേ ശരത്തെ നീ മിണ്ടാതിരുന്നില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടൂട്ടോ നിനക്ക്. നീ പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുന്ന് സ്വപ്നം കണ്ടവരാ ഞങ്ങളൊക്കെ. ഇവന്റെ കൂടെ കൂടിയാ അത് നടക്കില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഇവന്റെ കൂടെ കൂടരുതെന്ന് ആവർത്തിച്ച് പറയുന്നത്. അമ്മയ്ക്ക് നല്ല പനിയുണ്ട്, നിനക്കറിയാമോ? സുഖമില്ലാതിരുന്നിട്ട് പോലും അമ്മ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാ? എടാ നിന്നെയൊക്കെ പോറ്റാനല്ലേടാ, കുടുംബത്തിന്റെ പ്രാരാബ്ദം അത്രയ്ക്കുണ്ട്. നിങ്ങളിവിടെ എല്ലാം ശരിയാകും, കുടുംബം രക്ഷപ്പെടുന്നൊക്കെ
എന്നൊക്കെയാ ഞങ്ങള് സ്വപ്നം കണ്ടിരുന്നത്. എല്ലാം വെറുതെ ആയല്ലോടാ, വെറുതെ ആയി പോയല്ലോടാ. എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ നീ വിഷമിപ്പിക്കുന്നത് ശരത്തെ? നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ പെട്ടെന്ന് ശരത്ത് വന്നിട്ട്, അമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു, നീ വീട്ടിലുണ്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ, ഇവന്റെ കൂടെ സദാസമയം ചുറ്റി നടന്നാൽ അറിയുവോ അമ്മയ്ക്ക് പനിയാണോ, അമ്മ കഴിച്ചോ, അമ്മ എടുത്തോ, എന്തെങ്കിലും നിനക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ രേവതി പറഞ്ഞു, എടാ ആർക്ക് വേണ്ടിയാടാ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ. ദേ ആ ബോധം നിനക്കുണ്ടോ? അമ്മയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നീ ഈ തെമ്മാടിയുടെ കൂടെ കറങ്ങി നടക്കുകയല്ലേ, ഈ വെറും തെമ്മാടിയുടെ കൂടെ. എടാ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക, ഇവൻ വെറും തെമ്മാടിയാ. എടാ ആന്റണി പലിശയ്ക്ക് ക്യാഷ് കടം കൊടുത്ത് കണ്ടവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ പിടിച്ച് പറിച്ച് നടക്കുന്നതല്ലേടാ നീ. നീ എന്തിനാടാ എൻ്റെ അനിയനെ വെച്ചോണ്ടിരിക്കുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ഞാൻ കേട്ടു, ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ ചേച്ചി എൻ്റെ വായിലിരിക്കുന്ന കേൾക്കുമെന്ന് പറയുമ്പോഴത്തേക്കും, എടാ കുടിയ നീ കള്ളു കുടിച്ച് നടക്കുമല്ലേടാ, പലിശയ്ക്ക് പൈസ കൊടുക്കുന്നു, കള്ളു കുടിച്ച് നടക്കുന്നു, നീ ഒരു കുടിയനല്ലേടാ എന്ന് പറഞ്ഞപ്പോൾ, ദേ ചേച്ചി കുടിയനാണെങ്കിലേ ഞാൻ മാത്രമല്ല കുടിയൻ, ചേച്ചിയുടെ ഹസ്ബൻഡും കുടിയനല്ലേ, സച്ചിയേട്ടൻ. ദേ അദ്ദേഹത്തിന്റെ പേര് നീ ഉച്ചരിക്കരുത്, അദ്ദേഹവും നീയും ഒരുപോലെയാണോ? അദ്ദേഹം രത്നമാ രത്നം, നീ ആരാ? നിനക്ക് എന്ത് യോഗ്യതയുണ്ടാ ഇതൊക്കെ പറയാന്? ഓ, ഞാൻ കാരണം ഇവന് മോശമൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇവൻ എൻ്റെ ഫ്രണ്ടാ രേവതി ചേച്ചി, ഞാൻ നല്ല രീതിയിൽ നോക്കും, സംരക്ഷിക്കും. കുടിച്ച് ലക്ക് കേട്ട നിങ്ങളുടെ ഭർത്താവേ ഇവന്റെ കൈ തല്ലി ഓടിച്ചില്ലേ, അത് രേവതി ചേച്ചി മറന്നുപോയോന്ന്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവുവിനൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. ദേവുവിന്റെ ഒക്കെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ആന്റണി പറഞ്ഞു, അതേ ഞാന് ഇയാളെ ഇവനെ നശിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു കുടിയനൊന്നുമല്ല, കുടിയൻ നിങ്ങളുടെ ഭർത്താവാ, അത് നിങ്ങൾ ഓർത്തോളാം. രേവതിക്ക് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചിനെ കുറിച്ച് പറയുന്ന രേവതി സഹിക്കുവോ? രേവതി പ്രതികരിക്കാതെ ഇരിക്കുവോ? ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ് അടുത്തത്.